നമ്മുടെ യൂണിറ്റിൽ വർക്ക് നടക്കുന്ന ടൈമിലെ ബഹളങ്ങളാണ് ഈ കേൾക്കുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീട്ടിലിരുന്നു കൊണ്ട് ക്ലോത്തിങ് ബിസിനസ്, സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ നടത്തി ഏണിങ്സ് പ്രതീക്ഷിക്കുന്നവർക്കായിട്ട് ഒരു റിയൽ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, യൂട്യൂബ് വഴി ഒരുപാട് വർക്ക് വീഡിയോസ്, കോസ്റ്റ്യൂം ഡിസൈനിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ബട്ട് അതിൻ്റെ ബിഹൈൻഡിൽ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്റ്റിച്ചിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ തന്നെ 2 റൂമാണ് ഞാൻ യൂണിറ്റായിട്ട് വെച്ചിരിക്കുന്നത്. സ്റ്റിച്ചിങ്ങിന് നമുക്ക് ഒരു വലിയ റൂം തന്നെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വർക്കുകളാണ് കേട്ടോ. അപ്കമിങ് ബ്രൈഡ്സിന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസും എല്ലാമാണ് ഈ റൂമിൽ കാണുന്നത്. റൂം അത്യാവശ്യം മെസ്സാണ്. അപ്പോൾ റിയൽ ലൈഫിൽ എന്താണോ നടക്കുന്നത് അതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല, പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീട്ടിലിരുന്നിട്ട് വർക്ക് ചെയ്യുന്നത്, ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു ആൻസറായിട്ടാണ് കേട്ടോ പറയുന്നത്. ആക്ച്വലി ഞാൻ വീട്ടിലിരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 ഇയർ ആവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഷാർജയിലായിരുന്നു. അവിടെ എന്തെങ്കിലും ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു ടൈമിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. സോ പെട്ടെന്ന് എനിക്ക് ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നേരെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും എനിക്കറിയാം, ഇങ്ങനെ വർക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ മൈൻഡ് വെച്ചിട്ട് നമുക്കങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയില്ല. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു റൂം ഞാൻ വർക്ക് പ്ലേസ് ആയിട്ട് നിർത്തിയത്. ആ ടൈമിലാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ബെഡ് റെസ്റ്റ് വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റാഫിനെ വെക്കാൻ തുടങ്ങിയത്. അതിന് മുന്നൊക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ സ്റ്റാഫിനെ ഇവർ കൊൽക്കട്ടയിൽ നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാഫിനെ വെച്ചു. ഫസ്റ്റ് നമുക്കൊരു മെഷീനും ഹാൻഡ് വർക്കിനുള്ള ഫ്രെയിമായിരുന്നു. ബട്ട് ആ ഒരു റൂമിൽ സ്പേസ് ഒതുങ്ങാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ മേളിലെ റൂമ്, ഹോള് കാര്യങ്ങളൊക്കെ നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. സത്യം പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഓൾമോസ്റ്റ് ഭാഗങ്ങളും നമ്മളിതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു സ്റ്റോറി എന്തിനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതെന്ന്. പലരും പേഴ്സണലി മെസ്സേജ് ആക്കാറുണ്ട്, എനിക്ക് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാം, അപ്പോൾ ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണോ, ഞാൻ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്താൽ എത്ര കോസ്റ്റ് വരും, സക്സസ് ആവുമോ, എങ്ങനെ ഓർഡർ കിട്ടുക, ഇങ്ങനെയൊക്കെ പേഴ്സണൽ മെസ്സേജ് ഒരുപാട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഷോപ്പ് തുടങ്ങാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട്, നിങ്ങൾ ചെറിയ സ്പേസിൽ വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തായാലും വർക്കും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന രീതി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളെ വർക്കും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ നമുക്ക് ഇന്ന് യൂണിറ്റിൽ നടക്കുന്ന വർക്ക് ഡീറ്റെയിൽസ് ഒന്ന് കണ്ടാലോ. ഫ്രെയിമിലിരിക്കുന്നത് ഒരു അറബിക് ടർക്കിഷ് ഗൗണാണ്. അതിൻ്റെ ഹാൻഡ് വർക്ക് ആപ്ലിക് വർക്ക് ആയിട്ടാണ്, വർക്ക് മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹാൻഡ് വർക്കും എക്സ്ട്രാ കൊടുത്തിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കൊരു ബ്രൈഡൽ ബ്ലൗസ് വിത്ത് ദുപ്പട്ടയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡിസൈനാണ് വരേണ്ടത്, അതിൽ ഏത് മെറ്റീരിയൽസാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ 2 പേര് ഡിസ്കസ് ചെയ്തിട്ട്, അപ്പം നമ്മുടെ ഐഡിയയും ബയ്യയുടെ ഐഡിയയും കൂടി ഷെയർ ചെയ്തിട്ടാണ് നമ്മളൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക. ഡിസൈനിൻ്റെ കസ്റ്റമർക്ക് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഡിസൈനോട് മാച്ച് ചെയ്തിട്ട് കുറച്ച് ഭംഗിയാവുന്ന രീതിയിൽ ചെയ്താൽ മതി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. സ്റ്റിച്ചിങ്ങിൽ നമ്മളിന്ന് കംപ്ലീറ്റ് ആയിരിക്കുന്നത് ബ്രൈഡൽ ഗൗൺ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ആകെ 3 പ്രൊഡക്ഷനാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഔട്ട്ഫിറ്റ്സിൻ്റെ എല്ലാം പാറ്റേൺ കട്ടിങ് ഞാനാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് മാത്രമായിട്ടാണ് ഈ ഒരു പയ്യനെ നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മോർണിംഗ് തന്നെ നമുക്ക് ഈ ഒരു പലാസോ ആയിരുന്നു ആൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പലാസോ ആണ്. ഇതിൻ്റെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് ഇവർ സ്റ്റിച്ച് ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ രാവിലെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗായിട്ടാണ് ഈ സ്റ്റിച്ചിങ് ഫിനിഷ് ആയത്. നെക്സ്റ്റ് ഈ ഒരു സൽവാർ സെറ്റാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ബോട്ടം ടോപ്പായിട്ടുള്ള ഒരു സൽവാർ സെറ്റ്. അതിനുശേഷം നമുക്കൊരു ബ്രൈഡൽ ഗൗൺ സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്കൊരു കളറൊക്കെ വരുന്നു. നമ്മൾ രാവിലെ ഫ്രെയിമിൽ കിടന്ന് ആ ഒരു ഹാൻഡ് വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊരു നൈറ്റ് വരെയും ആ ഒരു വർക്ക് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ടോ. കാരണം അത്യാവശ്യം ഹെവി വർക്ക് ആയതിനെക്കൊണ്ടും അത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആപ്ലിക് വർക്ക് ആയതിനെക്കൊണ്ട് തന്നെ മറ്റേ പ്രഷർ ഫുട്ട് വെച്ചിട്ടൊന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2-3 സൂചി കൊടിഞ്ഞിട്ടാണ് കേട്ടോ അത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഹാൻഡ് വർക്കിന് വയ്യ കുറച്ച് സാമ്പിളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ചെക്ക് ചെയ്യാണ്. ഫസ്റ്റ് സാമ്പിൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എത്ര ടൈം വേണമെങ്കിലും കൂടെ ഇരിക്കേണ്ടി വരും. അത്യാവശ്യം ചിലപ്പം കുറേ സാമ്പിൾ ചെയ്ത് റിമൂവ് ചെയ്ത് ഒക്കെ ആയിരിക്കും ഒരു ഡിസൈൻ കൺഫേം ആക്കുക. പുതുതായിട്ട് ബുട്ടീക്കും സ്റ്റിച്ചിങ് യൂണിറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഡിസൈൻ ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ അത് നിങ്ങളെ സ്റ്റാഫിനെ കൊണ്ട്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റാഫിനെ കൊണ്ട് ചെയ്യിക്കുമ്പം മാക്സിമം അവരുടെ കൂടെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിനുള്ള ഡിസൈനൊക്കെ ആയിട്ട് വരാറുണ്ട്. ഞാൻ ഈ പറയുന്നത് ഓൾറെഡി ബൊട്ടീക്സൊക്കെ നടത്തുന്നവരാണെങ്കിൽ എന്തായാലും മനസ്സിലാവും. കാരണം നോർത്ത് ഇന്ത്യൻ സ്റ്റാഫാണ്, നല്ല പെർഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ എത്ര എഫേർട്ട് അതിലെടുക്കുന്നോ അതനുസരിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഡിസൈൻ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇതെല്ലാം നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് മൊത്തം അവർ കംപ്ലൈൻ്റ് ആക്കി വെക്കാറുണ്ട്.
അങ്ങനെ ഗൗണിൻ്റെ ഒരു ഹാഫ് സ്റ്റിച്ചിങ് കഴിഞ്ഞെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നെക്സ്റ്റ് ഡേയിലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. ഹാൻഡ് ബുക്ക് ആണെങ്കിൽ നമുക്ക് സാമ്പിൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്കിനി ഈ ഒരു ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെ വന്നാലും 1 to 2 days എടുക്കാറുണ്ട്. ഹാൻഡ് വർക്ക് ബ്രൈഡൽ ബ്ലൗസിൽ സ്റ്റാർട്ടിങ് വരുന്നത് 4000 ആണ് കേട്ടോ. 1 day വർക്കിന് നമുക്ക് 2000 വെച്ചിട്ടാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡെയിലി വിശേഷങ്ങൾ. ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്ത് കൊടുത്ത എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഈ ഫീൽഡിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടും ഇതിലേക്ക് ഇറങ്ങാതെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ എന്ന് പറയാൻ കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. 3 to 4 years ഫാഷൻ ഡിസൈനിങ് ഫോട്ടോൾട്ടേക്കായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ബട്ട് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ചും കൂടി കംഫർട്ട് എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഈ ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നിയത് കൊണ്ടാണ്. മാത്രമല്ല നമ്മൾ ഓൺ ബിസിനസ് ആകുമ്പോൾ ട്രാവൽ ചെയ്യാനും, ഞാൻ എറണാകുളം മലപ്പുറം ബേസ്ഡാണ്. 2 പ്ലേസിലേക്ക് നമുക്ക് ഒരുപോലെ സ്റ്റേ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും ഇതുപോലുള്ള ഓൺലൈൻ കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെയാണ് എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇത് ട്രിവാൻഡ്രത്തുള്ളൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് തൊടുപുഴയുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ്. ആളുടെ മേക്കപ്പും കോസ്റ്റ്യൂമും നമ്മളായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള കസ്റ്റമൈസേഷൻ, ബ്രൈഡൽ കസ്റ്റമൈസേഷൻ വരെ നമുക്ക് ഓൺലൈൻ ത്രൂ എടുക്കാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് കസ്റ്റമൈസേഷനായിട്ട് താഴെ നമ്പർ കൊടുത്തേക്കാം, DM ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഫീൽഡ് റിലേറ്റഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. അപ്കമിങ് വീഡിയോസിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഇതുവരെയും വീഡിയോ കണ്ടതിൽ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയും താങ്ക് യു.